അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകമെമ്പാടും നിലനിൽക്കുന്ന സമയമാണിത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന നയതന്ത്ര ചർച്ചകൾ ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തുകയാണ്. പൂർണ്ണമായൊരു ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിലും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചർച്ചകളിൽ ചില നല്ല സൂചനകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ വലിയ പ്രതീക്ഷകൾ വേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാര്യങ്ങൾ ഇനിയും പൂർണ്ണമായി തീർന്നിട്ടില്ല എന്നും വരും ദിവസങ്ങളാണ് നിർണായകമാകുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഉന്നത വൃത്തങ്ങളും സമാനമായ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകളിൽ ചെറിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്നും ചില വിഷയങ്ങളിൽ ഇരുപക്ഷവും പരസ്പരം കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും അവർ പറയുന്നു. പക്ഷേ പ്രധാന പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപടി തുടരുകയാണ്. അതിൽ ഏറ്റവും വലിയ വിഷയം ഇറാന്റെ യുറേനിയം ശേഖരമാണ്. ഇറാൻ സ്വന്തം രാജ്യത്ത് സമ്പുഷ്കരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ്. ഈ യുറേനിയം ഭാവിയിൽ ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുമെന്നാണ് അമേരിക്കയുടെ ഭയം. എന്നാൽ ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ടാണ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് ഇറാന്റെ കൈവശം തുടരാൻ അനുവദിക്കില്ല എന്നും ആവശ്യമെങ്കിൽ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് മറുപടിയായി ഇറാൻ കൂടുതൽ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് തെഹ്റാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യുറേനിയം ശേഖരം വിദേശത്തേക്ക് മാറ്റുകയോ മറ്റൊരു രാജ്യത്തിന് കൈമാറുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇറാന്റെ തീരുമാനം. ഇറാന്റെ പരമോന്നത നേതൃസംഘം ഇതിനായി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും രാജ്യത്തിനുള്ളിൽ തന്നെ തുടരുമെന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചകളിലെ ഏറ്റവും വലിയ തടസ്സമായി തുടരുകയാണ്. മറ്റൊരു പ്രധാന വിഷയം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണിത്. ഗൾഫ് മേഖലയിലെ വലിയൊരു വിഹിതം എണ്ണയും പ്രകൃതിവാതകവും ഈ കടൽപാത വഴിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ആയതിനാൽ ഈ പാതയിലെ ഏത് പ്രശ്നവും ആഗോള ഇന്ധന വിപണിയെ നേരിട്ട് ബാധിക്കും. ഇറാൻ ഈ ജലപാതയ്ക്ക് സമീപമുള്ള തങ്ങളുടെ സുരക്ഷാ നിയന്ത്രണം തുടരുമെന്നാണ് പറയുന്നത്. പ്രദേശത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അന്താരാഷ്ട്ര കപ്പലുകൾ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ അമേരിക്ക ഇത് ശക്തമായി എതിർക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അത് സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തുകയോ യാത്ര തടയുകയോ ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കയും ഇസ്രായേലും അവരുടെ സഖ്യകക്ഷികളും പ്രദേശത്ത് നടത്തിയ സൈനിക ഇടപെടലുകളാണ് സുരക്ഷാ സാഹചര്യം മോശമാക്കിയതെന്നാണ് ഇറാൻ പറയുന്നത്. ആയതിനാൽ സ്വന്തം സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നാണ് ഇറാന്റെ വിശദീകരണം. ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ആഘാതം ഇപ്പോൾ ലോക ഇന്ധന വിപണിയിലും വ്യക്തമായി കാണുന്നുണ്ട്. എണ്ണവിലയും വിമാന ഇന്ധന വിലയും പല രാജ്യങ്ങളും ഉയർത്തിയിരിക്കുകയാണ്. യൂറോപ്പിലും ഏഷ്യയിലും ഇതിന്റെ പ്രതിഫലനം അനുഭവപ്പെടുന്നു. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കടുത്ത വേനൽക്കാല ആവശ്യങ്ങൾ തുടങ്ങുന്നതിനിടെ ഇന്ധന വിപണിയും കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ലോകം മറ്റൊരു വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് അവർ പറയുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് പ്രതിദിനം 100-ലധികം കപ്പലുകൾ കടന്നുപോരുന്ന ഈ വഴിയിലൂടെ ഇപ്പോൾ വളരെ കുറച്ച് കപ്പലുകളാണ് പോകുന്നത്. സുരക്ഷാ ഭീഷണിയും ഉയർന്ന ഇൻഷുറൻസ് ചെലവും കാരണം പല കമ്പനികളും പകരം വഴികൾ അന്വേഷിക്കുകയാണ്. അതേസമയം ചർച്ചകൾ പൂർണ്ണമായി നിലച്ചിട്ടില്ല. മൂന്നാം സഖ്യകക്ഷികളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം തുടരുകയാണ്. ചില രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സന്ദേശങ്ങൾ കൈമാറി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ തെഹ്റാനിലേക്ക് പോകുമെന്ന വാർത്തകളും പുറത്തുവരുന്നത്. മധ്യസ്ഥ ചർച്ചകൾ ശക്തമാകാനാണ് ഈ നീക്കമെന്ന് വിലയിരുത്തുന്നു. അതേസമയം ചർച്ചകൾ വളരെ വൈകുന്നതിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ അസ്വസ്ഥതയും കൂടുന്നുണ്ട്. ട്രംപിന്റെ ക്ഷമത കുറയ്ക്കുന്നുവെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ചർച്ചകളിൽ വേഗതയിൽ പുരോഗതി ഉണ്ടാക്കാത്ത പക്ഷം വീണ്ടും സൈനിക സമ്മർദ്ദം വർദ്ധിക്കുമെന്ന സൂചനയും അമേരിക്ക നൽകുന്നുണ്ട്. ഇറാനും അതിന് കടുത്ത മറുപടിയാണ് നൽകുന്നത്. വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതിന്റെ തിരിച്ചടി പ്രദേശത്തിനപ്പുറത്തേക്ക് പോകുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആയതിനാൽ ഈ സാഹചര്യം വളരെ സൂക്ഷ്മമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആഴ്ചകളായി ചർച്ചകൾ നടന്നിട്ടും ഇറാൻ അവരുടെ യുറേനിയം ശേഖരവും മിസൈൽ ഡ്രോൺ ശേഷിയും തുടരുന്നു എന്നതാണ് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഏറ്റവും വലിയ ആശങ്ക. അതേസമയം സ്വന്തം സുരക്ഷയും പരമാധികാരത്തെയും വിട്ടുകൊടുക്കില്ല എന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ഇപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്. ഈ ചർച്ചകൾ സമാധാനത്തിലേക്കാണോ പോകുന്നത് അതോ വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്കാണോ എന്നതാണ്. ഇപ്പോഴുള്ള ചെറിയ പ്രതീക്ഷകൾ നിലനിൽക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.